കഴിഞ്ഞ തവണ നിങ്ങൾ വന്നപ്പോൾ ഞാൻ മൂത്തരെ പറ്റി പറഞ്ഞിരുന്നല്ലോ. മൂത്താരെ പറ്റി പറയുമ്പോൾ കൂടെ തന്നെ എല്ലാവരും പറയുന്ന പേരാണ് മാധവൻ. മാധവൻ മൂത്താരുടെ ശിഷ്യനായിരുന്നു. അയാൾ മൂത്താരുടെ അടുത്തെത്തിയതിനെ പറ്റി ഒരു കഥയുണ്ട്. അതിങ്ങനെയാണ്. മാധവൻ ഒരു ഓട്ടോ ഡ്രൈവറായിരുന്നു. ഡ്രൈവിംഗ് മാത്രമല്ല, നാട്ടിൽ കിട്ടുന്ന എല്ലാ പണികളും അയാൾ എടുക്കും. ഒരിക്കൽ അയാൾ ഒരു ലോങ് ട്രിപ്പ് കഴിഞ്ഞ് രാത്രി ഇങ്ങനെ വരികയാണ്. നേരം അർദ്ധരാത്രി കഴിഞ്ഞിട്ടുണ്ട്. പുലരാൻ ഇനി കുറച്ച് നേരമേ ബാക്കിയുള്ളൂ. ഒരു ഗ്രാമപ്രദേശത്തോടു കൂടിയാണ് യാത്ര. കാടിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. റോഡിലൊന്നും ആരുമില്ല. മാധവൻ ഓട്ടോ പരമാവധി വേഗത്തിലാണ് ഓടിച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്നൊരു വളവ് തിരിഞ്ഞപ്പോഴാണ് അയാൾ ആ കാഴ്ച കണ്ടത്. ഒരു മങ്ങിയ തെരുവിളക്കിന്റെ താഴെ ആരോ നിൽക്കുന്നുണ്ട്. കുറച്ചുകൂടി അടുത്തെത്തിയപ്പോഴാണ് അതൊരു വൃദ്ധയാണെന്ന് മാധവന് മനസ്സിലായത്. വെള്ളി പോലെ നരച്ച തലമുടി, പഴകിയ ഒരു സാരി വാരിച്ചുറ്റി ഉടുത്തിട്ടുണ്ട്, കയ്യിലൊരു കൂടയും. ഓട്ടോ ദൂരെ നിന്ന് വരുന്നത് കണ്ട് അവർ റോഡിലേക്ക് അല്പം കയറിയെന്ന് ഓട്ടോയ്ക്ക് കൈകാട്ടി. മാധവൻ ഒന്ന് സംശയിച്ചു. എന്തോ ഒരു ഭയം അയാളുടെ ഉള്ളിൽ നിറഞ്ഞു. അയാൾ വണ്ടി നിർത്താതെ വൃദ്ധയെ കടന്നുപോയ ശേഷം തൻ്റെ ഓട്ടോയുടെ സൈഡ് മിററിലൂടെ വൃദ്ധയെ ഒന്ന് നോക്കി. അവർ കൈ കാണിച്ചിട്ട് നിർത്താതെ പോയ ആ ഓട്ടോ നോക്കി നിൽക്കുകയാണ്. പിന്നീട് ക്ഷീണത്തോടെ അവർ നിലത്തിരുന്നു. ഇത് കണ്ടപ്പോൾ മാധവന് സങ്കടം തോന്നി. പുലർച്ചെ എഴുന്നേറ്റ് പല സ്ഥലങ്ങളിലും ജോലിക്കും കച്ചവടത്തിനായി പോകുന്ന പലരെയും അയാൾക്കും അറിയാം. ഒറ്റയും തെറ്റയുമായി വരുന്ന ചില വാഹനങ്ങളാണ് അവർക്ക് ആശ്രയം. മാധവൻ വണ്ടി നിർത്തി. എന്തോ ആലോചിച്ച ശേഷം റിവേഴ്സ് എടുത്ത് ആ വൃദ്ധയുടെ അടുത്ത് കൊണ്ടുപോയി നിർത്തി. വൃദ്ധ ഇരുന്ന ഇരിപ്പിൽ തല ഉയർത്തി മാധവനെ നോക്കി. എങ്ങോട്ട് പോകാനാ ഇത്ര രാവിലെ? അയാൾ ചിരിച്ചുകൊണ്ട് വൃദ്ധയോട് ചോദിച്ചു. ചന്തയിലേക്കാ, കച്ചവടത്തിനാ. കുട്ടി ആ വഴിക്കാണോ? പാടുപെട്ട് എഴുന്നേറ്റുകൊണ്ട് അവർ ചോദിച്ചു. കയറിക്കോളൂ, ഞാൻ കൊണ്ടുവിടാം. മാധവൻ വണ്ടി ഒന്ന് ഇരപ്പിച്ചുകൊണ്ട് പറഞ്ഞു. വൃദ്ധ പാടുപെട്ട് വണ്ടിയിലേക്ക് തൻ്റെ കൂടെ എടുത്തു വച്ചു. പിന്നെ വണ്ടിയിൽ കയറിയിരുന്നു. വണ്ടി മുന്നോട്ട് നീങ്ങി. എനിക്ക് ഈ സ്ഥലം വലിയ പരിചയമില്ല, വഴി തെറ്റുന്നുണ്ടെങ്കിൽ പറയണം. മാധവൻ വണ്ടിക്കുള്ളിലെ കണ്ണാടി തിരിച്ച് പിൻസീറ്റിലിരിക്കുന്ന വൃദ്ധയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. വണ്ടിക്കുള്ളിൽ വെളിച്ചം കുറവാണ്. ഇടയ്ക്ക് ചിതറി വീഴുന്ന നിലവെളിച്ചം മാത്രമേ ഉള്ളൂ. ആ വെളിച്ചത്തിൽ വൃദ്ധയുടെ കണ്ണുകൾ തിളങ്ങിയതായി മാധവന് തോന്നി. എന്തോ ഒരു അസ്വാഭാവികത അയാളെ പൊതിഞ്ഞു. കൂടാതെ വൃദ്ധ ഓട്ടോയിൽ കയറിയത് മുതൽ തോന്നി തുടങ്ങിയ ദുർഗന്ധം അയാളെ മടുപ്പിച്ചു. ഇവിടെ നിന്നും ഇടത്തോട്ട്. വൃദ്ധയുടെ ക്ഷീണിച്ച സ്വരം മാധവനെ ചിന്തയിൽ നിന്നുണർത്തി. എന്താ? മാധവൻ ചെറിയ ഞെട്ടലോടെ കണ്ണാടിയിൽ നോക്കി വൃദ്ധയോട് ചോദിച്ചു. റോഡിൽ നിന്നും പുറത്തേക്ക് കൈ ചൂണ്ടി വൃദ്ധ വീണ്ടും പറഞ്ഞു. ഇവിടെ നിന്നും ഇടത്തോട്ട്. മാധവൻ വണ്ടിയുടെ വേഗം കുറച്ചു. വൃദ്ധ ചൂണ്ടിക്കാണിച്ച വഴിയിലേക്ക് നോക്കി. മെയിൻ റോഡിൽ നിന്നും താഴേക്കുള്ള വഴിയാണ്. ചന്തയിലേക്ക് കുറേ ദൂരമുണ്ടെങ്കിൽ ഞാൻ വീട്ടിലെത്താൻ ഇനിയും വൈകും. ചന്തയിലേക്ക് അധികം ദൂരമുണ്ടോ? മാധവൻ വണ്ടി നിർത്തി തിരിഞ്ഞ ആ സ്ത്രീയോട് ചോദിച്ചു. ഇല്ല, അടുത്താണ്, കുറച്ചേ ഉള്ളൂ. മെലിഞ്ഞ ചുണ്ടുകൾ ഇളക്കി കറുത്ത പല്ല് കാണിച്ച് ഒരു ചിരിയോടെ അവർ പറഞ്ഞു. ആ ചിരി മാധവനൊരു ഉളുക്കിടലും സമ്മാനിച്ചു. അയാൾ വണ്ടി മുന്നോട്ടെടുത്തു. വൃദ്ധ പറഞ്ഞ് റോഡിലേക്ക് ഇറക്കി. റോഡ് മോശമാണ്. വഴിയരികിൽ കെട്ടിടങ്ങളോ മറ്റു വീടുകളോ ഇല്ല. കുത്തിക്കുലുങ്ങി ഓട്ടം മുന്നോട്ട് നീങ്ങി. കുട്ടയിലെന്താ? ഉള്ളിലുള്ള മടുപ്പ് പുറത്തു കാണിക്കാതെ മാധവൻ വൃദ്ധയോട് ചോദിച്ചു. ദുർഗന്ധത്തിൻ്റെ കാരണം അറിയലാണ് ലക്ഷ്യം. പിന്നിൽ നിന്നും മറുപടിയൊന്നുമില്ല. മാധവന് ദേഷ്യം വന്നുവെങ്കിലും പിന്നീട് അയാൾ ഒന്നും ചോദിച്ചില്ല. വഴിയിൽ എവിടെയെങ്കിലും ഇറങ്ങിക്കൊള്ളെന്ന് വിചാരിച്ച് വിളിച്ച് കയറ്റിയതാണ്. ഇതിപ്പോൾ ദൂരം കുറേ ആയി. മിനിമം എണ്ണയ്ക്കുള്ള പൈസയെങ്കിലും ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങണം, മാധവൻ മനസ്സിൽ പറഞ്ഞു. ഓരോന്ന് ചിന്തിച്ച് മാധവൻ വണ്ടി ഓടിച്ചു. സമയം ഇഴഞ്ഞു നീങ്ങി. പെട്ടെന്നാണ് അയാൾ ഒരു കാര്യം ശ്രദ്ധിച്ചത്. വഴിയരികിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഒരു ഉണങ്ങിയ മരം. താൻ ആദ്യമായല്ല ആ മരം കാണുന്നത്. മുമ്പ് 2-3 തവണ താൻ ഈ മരം കണ്ടു കഴിഞ്ഞു. മുമ്പ് 2 തവണയും അതിൻ്റെ ഒടിഞ്ഞു തൂങ്ങിയ ചില്ലയിൽ തട്ടാതിരിക്കാൻ താൻ വേഗം കുറച്ച് വണ്ടി ഓടിച്ചത് അയാൾ ഓർത്തു. ഒരു ഞെട്ടലോടെ മാധവൻ ആ സത്യം തിരിച്ചറിഞ്ഞു. ഒരേ വഴിയിലൂടെ താൻ വീണ്ടും വീണ്ടും ചുറ്റിക്കറങ്ങുകയാണ്. മാധവൻ്റെ നെഞ്ചിൽ ഒരു അപായമണി മുഴങ്ങി. ഇതെന്താണ് സംഭവിക്കുന്നത്? ഇനി എന്തു ചെയ്യും? അയാളുടെ ചിന്തകളെ ഭയം വരിഞ്ഞു മുറുക്കി. മുന്നോട്ട് തന്നെ മോനെ, മുന്നോട്ട്. പിന്നിൽ നിന്നും വൃദ്ധയുടെ ശബ്ദം. മാധവൻ്റെ ഉള്ളിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞ പോലെ അയാൾക്ക് തോന്നി. കാരണം ഇതേവരെ സംസാരിച്ച ശബ്ദത്തിലല്ല ആ വൃദ്ധ ഇപ്പോൾ സംസാരിച്ചത്. അത് കേട്ടപ്പോൾ ഒരു മനുഷ്യൻ്റെ ശബ്ദത്തിനേക്കാൾ ഉപരി ഒരു നായ ഓരിയിടുന്ന ശബ്ദം പോലെയാണ് മാധവന് തോന്നിയത്. വാക്കുകൾ വ്യക്തമാകുന്നുണ്ടായിരുന്നില്ല. തികച്ചും അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു ശബ്ദം. തിരിഞ്ഞു നോക്കാനുള്ള ധൈര്യം പോലും അയാൾക്ക് അതോടെ നഷ്ടപ്പെട്ടു. ഭയം മാധവൻ്റെ ചിന്തകൾക്ക് മേലെ വല നെയ്തു. സമയം നിശബ്ദമായി ഇഴഞ്ഞു നീങ്ങി. അതിനിടയ്ക്ക് ഓട്ടോയ്ക്കുള്ളിൽ തണുപ്പ് കൂടി വരുന്നതായി മാധവന് തോന്നി. ദുർഗന്ധവും സഹിക്കാൻ കഴിയുന്നതിനപ്പുറമായി തുടങ്ങി. മാധവൻ മെല്ലെ കണ്ണാടിയിലൂടെ വൃദ്ധയെ ശ്രദ്ധിച്ചു. കണ്ണാടിയിൽ നോക്കി അയാൾ കണ്ടത് കണ്ണാടിയിലൂടെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്ന ആ സ്ത്രീയെയാണ്. മാധവൻ ഉടൻ തന്നെ തൻ്റെ നോട്ടം പിൻവലിച്ചു. എന്തു ചെയ്യണമെന്ന് അയാൾക്കൊരു രൂപവും ഉണ്ടായിരുന്നില്ല. കൂടെയുള്ളത് മനുഷ്യനല്ല എന്നുവരെ അയാൾക്ക് തോന്നി. വണ്ടി നിർത്തി ഇറങ്ങി ഓടിയാലോ എന്നുവരെ മാധവൻ ചിന്തിച്ചു. പക്ഷേ ഇനി ഇതെല്ലാം തൻ്റെ വെറും തോന്നലാണെങ്കിലോ?
എന്തായാലും ഇനി ഇവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശരിയാവില്ല. ഇനി ചിലപ്പോൾ വല്ല മാനസിക രോഗിയാണെങ്കിൽ അത് കൂടുതൽ കുഴപ്പമാകും. വണ്ടി നിർത്താം, മാധവൻ തീരുമാനിച്ചു. അയാൾ വണ്ടി റോഡിൻ്റെ വശത്തേക്ക് ചേർത്ത് ആക്സിലേറ്റർ കുറച്ചു. പക്ഷെ വണ്ടിയുടെ സ്പീഡ് കുറഞ്ഞില്ല. ഭയം വീണ്ടും അയാളുടെ ചെയ്തികളെ നിയന്ത്രിച്ചു. അയാൾ ബ്രേക്കിൽ ആഞ്ഞു ചവിട്ടി. ഇല്ല, വണ്ടിയുടെ വേഗത കുറയുന്നില്ല. പെട്ടെന്ന് പിന്നിൽ നിന്ന് ഒരു ചിരി മുഴങ്ങി. നീ ഒരിക്കലും വണ്ടി നിർത്താൻ പാടില്ലായിരുന്നു മാധവ. വൃദ്ധയുടെ ശബ്ദം തൊലിക്കടിയിലേക്ക് തുളഞ്ഞിറങ്ങുന്നതായി മാധവന് തോന്നി. താൻ ഇതുവരെ തൻ്റെ പേര് അവരോട് പറഞ്ഞിട്ടില്ലെന്ന തിരിച്ചറിവ് അയാളുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങി. അവൻ്റെ കൈകൾ ഓട്ടോയുടെ ഹാൻഡിലിൽ ഇരുന്ന് വിറച്ചു. കണ്ണിൽ ഇരുട്ട് കയറുന്നതായി അയാൾക്ക് അനുഭവപ്പെട്ടു. കൈകൾ അനക്കാൻ കഴിയുന്നില്ല. പേടി കൊണ്ട് മരവിച്ചതാണോ, അതോ പിന്നിലിരിക്കുന്ന രൂപത്തിൻ്റെ ശക്തിയോ? എന്താണെന്ന് മാധവന് മനസ്സിലായില്ല. അയാൾ അറിയാവുന്ന ദൈവങ്ങളെയെല്ലാം വിളിച്ചു. പക്ഷേ ശബ്ദം പുറത്തു വരുന്നില്ല. പ്രാർത്ഥനകൾ ഇനി നിങ്ങളെ രക്ഷിക്കില്ല മാധവ. വീണ്ടും പിന്നിൽ നിന്ന് ആ ശബ്ദം മുഴങ്ങി. പെട്ടെന്ന് തണുത്തു മരവിച്ച ഒരു കൈ തൻ്റെ തോളിൽ പതിഞ്ഞതായി മാധവൻ മനസ്സിലായി. അതൊരു ഇരുമ്പ് കുരുക്ക് പോലെ അയാളുടെ തോളെല്ലാം ഞെരിച്ചു. പെട്ടെന്ന് സ്വബോധം വീണ്ടെടുത്ത മാധവൻ വണ്ടി ഒറ്റയടിക്ക് വെട്ടിച്ച് അരികിൽ കണ്ട പാടത്തേക്ക് ഇറക്കി. കുത്തിക്കുലുങ്ങിയ വണ്ടിയിൽ നിന്നും അയാൾ പുറത്തേക്ക് തെറിച്ചു വീണു. കിടന്ന കിടപ്പിൽ നിന്നും പിടഞ്ഞെഴുന്നേറ്റ് തിരിഞ്ഞു നോക്കിയ അയാൾ കണ്ടത് മറിഞ്ഞു കിടക്കുന്ന ഓട്ടോയിൽ നിന്നും ഒരു പാമ്പിനെ പോലെ ഇഴഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന ആ വൃദ്ധയെയാണ്. അവൻ നോക്കി നിൽക്കെ ആ സ്വത്തും ഓട്ടോയുടെ മുകളിൽ എഴുന്നേറ്റ് നിന്ന് അവനെ നോക്കി അലറി. ഇത് കണ്ട് പേടികൊണ്ട് ചലനമറ്റവനെ പോലെ നിൽക്കാനേ മാധവന് കഴിഞ്ഞുള്ളൂ. പെട്ടെന്ന് അയാളുടെ ഭയം ഇരട്ടിയാക്കിക്കൊണ്ട് ആ പിശാച് വായുവിൽ ഉയർന്നു പൊങ്ങി അയാൾക്ക് നേരെ ചീറിയെടുത്തു. മാധവൻ പിന്നെ ഒന്നും ആലോചിച്ചില്ല. ജീവൻ കയ്യിൽ പിടിച്ച അയാൾ ആ കൊയ്ത്ത് കഴിഞ്ഞ പാടത്തിന് നടുവിലൂടെ അലറിക്കരഞ്ഞുകൊണ്ടോടി. ആ പിശാചിൻ്റെ പൊട്ടിച്ചിരി പിന്നിൽ മുഴങ്ങിക്കേട്ടുകൊണ്ടേയിരുന്നു. ഓട്ടത്തിനിടയിലും അയാൾ ചുറ്റും നിരീക്ഷിച്ചു. വീടുകളോ മറ്റോ ഉണ്ടെങ്കിലോ, ഒരു പൊട്ടു വെളിച്ചം എവിടെയെങ്കിലും കണ്ടാലോ? പെട്ടെന്നാണ് കൈവിട്ടെന്ന് കരുതിയ ജീവൻ തിരിച്ചു കിട്ടിയ പോലെ അയാൾ ആ കാഴ്ച കണ്ടത്. ദൂരെ പാടം അവസാനിക്കുന്നിടത്ത് ഒരു വെളിച്ചം, ഒരു വീട്. രക്ഷിക്കണേ! മാധവൻ സർവ്വശക്തിയും എടുത്ത് അലറി വിളിച്ചുകൊണ്ട് ആ വെളിച്ചത്തിന് നേരെ കുതിച്ചു. ഓട്ടത്തിൻ്റെ ദിശ മാറുന്നതിനിടയ്ക്ക് തിരിഞ്ഞു നോക്കി അയാൾ കണ്ടത് വൃദ്ധയുടെ രൂപത്തിൽ നിന്നും തൻ്റെ തനി രൂപത്തിലേക്ക് മാറുന്ന ആ പിശാചിനെയാണ്. അത് നിലം തൊടാതെ വായുവിൽ പാറി നിന്നുകൊണ്ട് മാധവനെ പിന്തുടർന്ന് തന്നെ വരികയായിരുന്നു. അതിൻ്റെ തവിട്ട് നിറത്തിലുള്ള കൈകാലുകളും മെലിഞ്ഞു വളഞ്ഞ ശരീരവും ഒരു ഉണങ്ങി വരണ്ട ശവത്തിനെ ഓർമ്മിപ്പിച്ചു. ദേഹമാസകലം ചുറ്റിക്കെട്ടിയ കീറത്തുണികൾ കാറ്റിൽ പാറിക്കളിച്ചു. പാടത്തിൻ്റെ അവസാനം ഒരു ഉയർന്ന പറമ്പാണ്. അവിടെ നിന്നാണ് വെളിച്ചം കാണുന്നത്. ശരവേഗത്തിൽ ഓടി വന്ന മാധവൻ ഞൊടിയിടയിൽ ആ പറമ്പിലേക്ക് കയറിപ്പറ്റി. പറമ്പ് ഓടിക്കയറിയ മാധവൻ ചെന്നെത്തിയത് ഒരു വലിയ മുറ്റത്തേക്കാണ്. രക്ഷിക്കണ വീട്ടുകാരെ! അയാൾ അലറി വിളിച്ചു. ആരെയും കാണുന്നില്ല. വീണ്ടും ആ പിശാചിൻ്റെ ശബ്ദം പിന്നിൽ മുഴങ്ങി. ഞെട്ടി അയാൾ തിരിഞ്ഞു നോക്കി. അതാ പറമ്പിൻ്റെ അതിർത്തിയിൽ നിന്ന് അലറി വിളിക്കുകയാണ്. തിരിഞ്ഞു നോക്കിയുള്ള നോട്ടത്തിനിടയ്ക്ക് മാധവൻ എവിടെയോ തപ്പി തടഞ്ഞ് നിലത്ത് വീണു. വീണിടത്ത് കിടന്ന് തിരിഞ്ഞു നോക്കി അയാൾക്കൊരു കാര്യം മനസ്സിലായി. ആ പിശാച് അടുത്തേക്ക് വരുന്നില്ല. അത് ഈ പറമ്പിൽ കയറാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. പെട്ടെന്ന് മാധവൻ പിന്നിൽ നിന്നും ഒരു കാൽപ്പെരുമാറ്റം കേട്ടു. കൂട്ടത്തിലൊരു ചോദ്യവും. ആരാത്? ആരവിടെ? ശബ്ദം കേട്ടിടത്തേക്ക് നോക്കി അയാൾ കണ്ടത് ഒരു വൃദ്ധനെയാണ്. നരച്ച താടിയും മുടിയും. ദേഹമാസകലം ഭസ്മം പൂശിയിട്ടുണ്ട്. നെരിയാണിക്ക് മുകളിൽ കയറ്റി കൊടുത്ത വെള്ളമുണ്ട്. ഒരു കാവി തോർത്തുമുണ്ട് പുതച്ചിരിക്കുന്നു. കയ്യിൽ എരിഞ്ഞു കത്തുന്ന ഒരു ചെറിയ നിലവിളക്ക്. മാധവനെ കണ്ടതും അയാൾ ഓടി വന്ന് അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എന്നിട്ട് അവിടെയുള്ള തിണ്ണയിലിരുത്തി. എന്താ മോനെ, എന്തു പറ്റി? അയാൾ അവനോട് ചോദിച്ചു. മാധവൻ മറുപടി പറയാതെ വിറയ്ക്കുന്ന കൈകളോടെ ആ രൂപത്തിന് നേരെ ചൂണ്ടി. വൃദ്ധൻ മാധവൻ കൈ ചൂണ്ടിയ ഭാഗത്തേക്ക് നോക്കി. അയാൾ ഭയന്ന് വിറയ്ക്കുമെന്ന് കരുതിയ മാധവനെ അമ്പരപ്പിച്ചുകൊണ്ട് വൃദ്ധൻ ദേഷ്യത്തോടെ പല്ലിറുമി. കിട്ടിയതൊന്നും പോരാ, ഈ നാശത്തിന് വീണ്ടും വന്നിരിക്കുന്നു. അയാൾ ആ രൂപത്തിനെ നോക്കി പറഞ്ഞു. പിന്നീട് മാധവനെ നോക്കി ചോദിച്ചു. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല ഇല്ല, അതെന്നെ കൊല്ലാൻ വരുന്നു, മാധവൻ വിക്കിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ട് വൃദ്ധൻ അവൻ്റെ തോളിൽ തട്ടി. എന്നിട്ട് പറഞ്ഞു. നീ പേടിക്കണ്ട. എൻ്റെ മൂർത്തികൾ കാവലിരിക്കുന്ന ഈ മണ്ടകവളപ്പിൽ കയറി നിന്നെ ഉപദ്രവിക്കാനുള്ള ധൈര്യം അതിനില്ല. അപ്പോഴാണ് മാധവൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്. താൻ വന്നു കയറിയത് ഒരു വീട്ടിലല്ല. ഇതൊരു അമ്പലമോ മറ്റോ ആണ്. ഒരു ഓലമേഞ്ഞ ചെറിയ പുര. മുറ്റത്ത് പൂത്തു നിൽക്കുന്ന 3 അരളി മരങ്ങൾ. അതിനു താഴെയുള്ള കൽപ്പതിഷ്ഠകൾക്ക് മുന്നിൽ കല്ലിൽ തന്നെ തീർത്ത വിളക്കുകൾ. അതിൻ്റെ വെളിച്ചമാണ് താൻ നേരത്തെ കണ്ടത്. പെട്ടെന്ന് ആ പിശാചിൻ്റെ അലർച്ച വീണ്ടും മുഴങ്ങി. മാധവൻ ഞെട്ടി. അത് കേട്ട വൃദ്ധൻ ചാടി എഴുന്നേറ്റു. എന്നിട്ട് തോളിൽ കിടന്ന് തോർത്തെടുത്ത് അരയിൽ കെട്ടി. ശേഷം വലതു കൈ നെഞ്ചിൽ വെച്ച് കണ്ണടച്ചൊരു നിമിഷം പ്രാർത്ഥിച്ചു. എന്നിട്ട് മാധവനോട് പറഞ്ഞു. ഇതിൻ്റെ കാര്യം ഈ ശങ്കരമൂത്തർ നോക്കിക്കോളാം. നീ ഇവിടെ നിന്ന് എഴുന്നേൽക്കുകയോ അങ്ങോട്ട് വരികയോ ചെയ്യരുത്. മാധവൻ അയാൾ പറഞ്ഞത് മൂളിക്കേട്ടു.
ശേഷം വൃദ്ധൻ മുറ്റത്തെ കൽവിളക്കിൽ നിന്നും 3 തിരികളെടുത്ത് ആ രൂപത്തിന് നേരെ നടന്നു. ശങ്കർ മൂത്താര്, മൂത്താര്. എവിടെയോ പറഞ്ഞു കേട്ട ആ പേര് മനസ്സിൽ പറഞ്ഞുകൊണ്ട് മാധവൻ അയാൾ നടന്നു പോകുന്നു നോക്കി അവിടെ തന്നെ ഇരുന്നു. വന്ന് വന്ന് നിന്റെ കളി എൻ്റെ തട്ടകത്തിൽ വരെ ആയല്ലേ. നിന്റെ കൂട്ടരെയും പല തവണ ഞാൻ വെറുതെ വിട്ടതാണ്. എന്നിട്ടും ദുർവിചാരവുമായി നീ വീണ്ടും വന്നു. ഇതിന് നീ അനുഭവിക്കും. നടക്കുന്നതിനിടയ്ക്ക് ആ രൂപത്തിന് നേരെ നോക്കി പല്ലുരുമിക്കൊണ്ട് മൂത്താര് പറഞ്ഞു. അത് കേട്ട് ആ പിശാച് കൂടുതൽ ശക്തിയോടെ അലറി. മൂത്താർ ഉടനെ തൻ്റെ കയ്യിലെ തിരിയിൽ നിന്നും ഒരു തിരി വലം കയ്യിലെടുത്ത് നെഞ്ചിൽ തൊട്ട് പ്രാർത്ഥിച്ചു. എന്നിട്ട് ആ പിശാചിന് നേരെ നീട്ടിയെറിഞ്ഞു. ആ തിരി ചെന്ന് വീണത് അതിൻ്റെ കാലിലായിരുന്നു. പെട്ടെന്ന് തന്നെ തീ ആളിപ്പടർന്നു. ആ പിശാച് അലറിക്കറിഞ്ഞു. താമസിപ്പിച്ചില്ല. 2ാം തിരി മൂത്താരുടെ കയ്യിൽ നിന്നും ആ രൂപത്തെ ലക്ഷ്യമാക്കി കുതിച്ചു. അത് ചെന്ന് വീണത് കൃത്യം നെഞ്ചിൽ തന്നെ. തിരി ആ രൂപത്തെ തൊട്ടതും തൽക്ഷണം അതൊരു അഗ്നിഗോളമായി മാറി. വായുവിലുള്ള അതിൻ്റെ പിടച്ചിലും അലർച്ചയും കണ്ടുനിന്ന മാധവനെ ഭയത്തിൻ്റെ മുൾമുനയിൽ നിർത്തി. അയാൾ കണ്ണുകളടച്ചു. പിന്നീട് 3ാം തിരി കൈകൂപ്പി പ്രാർത്ഥിച്ച ശേഷം മൂത്താർ ആ രൂപത്തിന് നേരെ നീട്ടിയെറിഞ്ഞു. ആ തിരി ആ രൂപത്തിനെ ചെന്ന് തൊട്ടതും അതൊരു അഗ്നിഗോളമായി പൊട്ടിത്തെറിച്ചു. നിലവിളികൾ നിലച്ചു. സർവം ശാന്തം. മാധവൻ കണ്ണു തുറന്നു. ചുറ്റും നോക്കി. മുന്നിൽ മൂത്താർ. നിനക്ക് നടക്കാൻ കുഴപ്പമൊന്നുമില്ലല്ലോ? അയാൾ ചോദിച്ചു. ഇല്ല. മാധവൻ ക്ഷീണിച്ച സ്വരത്തിൽ മറുപടി പറഞ്ഞു. എന്നാ വാ. മാധവനെ ക്ഷണിച്ചുകൊണ്ട് മൂത്താർ മുന്നിൽ നടന്നു. അമ്പലത്തിൻ്റെ പിറകിൽ തന്നെയാണ് മൂത്താരുടെ വീട്. വീട്ടുമുറ്റത്തെ കിണറ്റുകരയിൽ ചെന്ന് നിന്ന് അയാൾ മാധവനൊന്ന് നോക്കി. എന്നിട്ട് കയ്യിലെ തോർത്തുമുണ്ട് മാധവന് കൊടുത്ത് അയാൾ പറഞ്ഞു. ഒന്ന് കുളിച്ചോ, ക്ഷീണം മാറട്ടെ. നേരം പുലരാൻ ഇനി കുറച്ച് നേരമേ ബാക്കിയുള്ളൂ. വൈകണ്ട, വേഗം കുളിച്ചു വന്നോ. ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വയ്ക്കാം. കുളി കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ നടന്നതെല്ലാം മാധവൻ വിശദമായി മൂത്താരോട് പറഞ്ഞു. എല്ലാം ശ്രദ്ധിച്ചു കേട്ട ശേഷം മൂത്താർ പറഞ്ഞു. നീ ഇവിടെ എത്തിയത് നിൻ്റെ ഭാഗ്യം. ഇല്ലെങ്കിൽ നീ എങ്ങോട്ടെന്നില്ലാതെ വഴിതെറ്റി ആ ദുരാത്മാവിൻ്റെ മായയിൽപ്പെട്ട് അലഞ്ഞു പോയനെ. ചിലപ്പോൾ മരണത്തിന് പോലും നിന്നെ രക്ഷപ്പെടുത്താൻ പറ്റിയെന്ന് വരില്ല. കാലാകാലം നീ വഴിയറിയാതെ അലഞ്ഞലഞ്ഞ് നടന്നേനെ. അങ്ങനെയൊരു ശക്തിയുള്ള ഒരു വലിയ ദുരാത്മാവാണത്. അതിൻ്റെ സാന്നിധ്യം എല്ലായിടത്തും എല്ലായ്പ്പോഴും ഉണ്ടാവും. അർദ്ധരാത്രി കഴിഞ്ഞ് പുലരുന്നതിന് മുന്നേ, പിന്നെ നട്ടുച്ച നേരത്ത്. ഈ 2 സമയത്താണ് അത് ശക്തി പ്രാപിക്കുന്നത്. അതുകൊണ്ടാണ് ആ സമയങ്ങളിൽ പുറത്ത് അല്ലാതെ അലഞ്ഞു നടക്കരുതെന്ന് പറയുന്നത്. എല്ലാ സമയത്തും നമുക്ക് തടയാൻ കഴിയില്ല. മാധവനെല്ലാം മൂളിക്കേട്ടു. നേരം പുലരുന്നത് വരെ അവർ സംസാരിച്ചിരുന്നു. അന്ന് അവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങിയ അയാൾ പിന്നീട് ആ വീട്ടിലെ നിത്യസന്ദർശകനായി. കാലക്രമേണ മൂത്താരുടെ ശിഷ്യനുമായി. ഈ മാധവൻ പിന്നീട് മൂത്താരെ ഉപേക്ഷിച്ച് പോവുകയുണ്ടായത്. അതെന്തിനാണെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും കാരണം ഉണ്ടാവും. എല്ലാം എല്ലാവർക്കും അറിയണമെന്നില്ലല്ലോ, അല്ലേ?